എല്ലാവർക്കും ശരത് മാത്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. MAT102 സെക്കൻഡ് സെമിസ്റ്റർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 2019 സ്കീം എക്സാമിനേഷൻ സ്പെഷ്യൽ വീഡിയോസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോം ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എസ്സേ ക്വസ്റ്റൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തെടുക്കാനുണ്ട്. 100% നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റൻ ആണ്. കാരണം ഈ ക്വസ്റ്റ്യൻ മാത്രമായിട്ട് എസ്സേ ടൈപ്പ് ചോദിച്ചിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ആൻസർ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നല്ല രീതിയിൽ എഴുതി എടുക്കാനുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ശ്രദ്ധിച്ചിരിക്കുക, ഓരോ സ്റ്റെപ്പും മനസ്സിലാക്കി ക്ലിയർ ആയിട്ട് പഠിച്ചു വേണം പോകാൻ. സോ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനാണ്. ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യമേ നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതണം. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എ ഫംഗ്ഷൻ f of x is equal to 1/√2π integral minus infinity to infinity f of x into e raised to minus I lambda x dx. ഇതാണ് ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫോർമുല. ഫസ്റ്റ് ഓഫ് ഓൾ ഫോർമുല എഴുതുക. ഇനി മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എയിലാണ് നമുക്ക് ഉത്തരവുള്ളത്. മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എയുടെ സ്റ്റാൻഡേർഡ് ഞാൻ ഓൾറെഡി നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആണ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു പ്രോബ്ലത്തിൽ അത് യൂസ് ചെയ്തതാണ്. 1/√2π ഇന്റഗ്രൽ ലിമിറ്റ് -a to a ആവും. ബാക്കിയുള്ള എല്ലാ ലിമിറ്റിലും മൈനസ് ഇൻഫിനിറ്റി മുതൽ എ വരെയും എ മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെയും ആൻസർ 0 ആണ്. അപ്പൊ അത് എഴുതേണ്ട ആവശ്യമില്ല. മൈനസ് എ മുതൽ എ വരെ നമ്മുടെ ഉത്തരം എന്താണ്? എഫ് ഓഫ് എക്സ് എന്താണ്? എ മൈനസ് മോഡ് എക്സ് ആണ്. എ മൈനസ് മോഡ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ ലാംഡ എക്സ് ഡി എക്സ്. ഓൾറെഡി നമ്മൾ പഠിച്ചു. ഇ റൈസ് ടു മൈനസ് ഐ ലാംഡ എക്സ് എന്താണ്? ഇ റൈസ് ടു മൈനസ് ഐ ലാംഡ എക്സ് എന്ന് പറയുന്നത് കോസ് ലാംഡ എക്സ് മൈനസ് ഐ സൈൻ ലാംഡ എക്സ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. സോ അതിവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 1/√2π ഇന്റഗ്രൽ മൈനസ് എ ടു എ മൈനസ് മോഡ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ ലാംഡ എക്സിന് പകരം എന്ത് കൊടുക്കണം? കോസ് ലാംഡ എക്സ് മൈനസ് ഐ സൈൻ ലാംഡ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത്ര എന്താണ്? ഡി എക്സ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എ മൈനസ് മോഡ് എക്സ് രണ്ട് ടേമിലേക്കും എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. സോ ദിസ് ഈസ് ഈക്വൽ ടു, നമുക്ക് മൊത്തത്തിൽ അങ്ങ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് പോകാം അല്ലെ. അതായത് 1/√2 ഇന്റഗ്രലും ഡി എക്സും നമുക്ക് എല്ലാ രണ്ട് ടേംസിനും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം. സോ 1/√2π ഇന്റഗ്രൽ മൈനസ് എ ടു എ മൈനസ് മോഡ് എക്സ് ഇൻറ്റു കോസ് ലാംഡ എക്സ് ഡി എക്സ് മൈനസ് 1/√2π ഇന്റഗ്രൽ മൈനസ് എ ടു എ മൈനസ് മോഡ് എക്സ് ഇൻറ്റു അവിടെ ഐ ഉണ്ട്, സെക്കൻഡ് ടൈമിൽ ഐ ഉണ്ട്, അപ്പോൾ I/√2π എന്നാവും. ഇന്റഗ്രൽ മൈനസ് എ ടു എ മൈനസ് മോഡ് എക്സ് ഇൻറ്റു സൈൻ ലാംഡ എക്സ് ഡി എക്സ്. സൈൻ ലാംഡ എക്സ് ഡി എക്സ്. ഓക്കെ, സോ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. എ മൈനസ് മോഡ് എക്സ് രണ്ട് ടേമിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. ലിമിറ്റ് രണ്ടിനും സെപ്പറേറ്റ് കൊടുത്തു. 1/√2π രണ്ടിനും സെപ്പറേറ്റ് കൊടുത്തു. ഡി എക്സും രണ്ട് ടേമിനും കൊടുത്തു. ഓക്കെ, ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പണിംഗ് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇനി ശ്രദ്ധിച്ചിരിക്കുക, എ മൈനസ് മോഡ് എക്സ് എന്ത് ഫംഗ്ഷൻ ആണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ജോലി. മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ഫേമസ് ഈവൻ ഫംഗ്ഷൻ. മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ആണെങ്കിൽ ഈവൻ ആണോ ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? എഫ് ഓഫ് മൈനസ് എക്സ് കണ്ടുപിടിച്ച് നോക്കിയാൽ മതി. മോഡുലസ് ഓഫ് മൈനസ് എക്സ് എന്ത് തന്നെയാണ് കിട്ടുക? എക്സ് തന്നെയാണ് കിട്ടുക അല്ലെ. മോഡ് എക്സ് തന്നെയാണ് കിട്ടുക. മോഡുലസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് പുറത്ത് പ്ലസ് ആയിട്ട് വരും. ശരിയാണല്ലോ. സോ അത് എഫ് ഓഫ് എക്സ് തന്നെയാണ്. ശരിയല്ലേ? എഫ് ഓഫ് മൈനസ് എക്സ് എഫ് ഓഫ് എക്സ് തന്നെ കിട്ടുന്നതുകൊണ്ട് മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈവൻ ഫംഗ്ഷൻ ആണ്. സോ ദിസ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ. ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആണ്. കോസ് എന്ന് പറയുന്നത് എന്താണ്? ഈവൻ ഫംഗ്ഷൻ ആണ്. ശരിയാണല്ലോ. അപ്പൊ രണ്ട് ഈവൻ ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്താൽ ശ്രദ്ധിച്ചിരിക്കുക, ഈവൻ ഫംഗ്ഷൻ ഇൻറ്റു ഈവൻ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? ഈവൻ ഫംഗ്ഷൻ ആണ്. ഓഡ് ഫംഗ്ഷൻ ഇൻറ്റു ഓഡ് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാലും ആൻസർ ഈവൻ ഫംഗ്ഷൻ ആണ്. ഈവൻ ഫംഗ്ഷൻ ഇൻറ്റു ഓഡ് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ആൻസർ ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. ഒരു ഓഡ് ഫംഗ്ഷൻ ഇൻറ്റു രണ്ടും സെയിം തന്നെയാണെങ്കിൽ ഒന്നുകൂടെ എഴുതാം. ഈവൻ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാലും ആൻസർ ഓഡ് തന്നെ ആയിരിക്കും. ശ്രദ്ധിച്ചിരിക്കുക,
ഒരു ഓടും ഈവനും ഗുണിച്ചാൽ ഓടായിരിക്കും, രണ്ട് ഈവൻ തമ്മിൽ ഗുണിച്ചാലോ രണ്ട് ഓട് തമ്മിൽ ഗുണിച്ചാലോ ആൻസർ ഈവൻ ആയിരിക്കും. സോ ഈവൻ ഇൻറ്റു ഈവൻ ആണെങ്കിൽ ആൻസർ എന്താണ്? ഈവൻ ആണ്. സോ ഇത് ഈവൻ ഫംഗ്ഷൻ ആണ്, നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. എ മൈനസ് മോഡ് എക്സ് എന്ന് പറയുന്നത് എന്ത് ഫംഗ്ഷൻ ആണ്? ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. സൈൻ നമുക്കറിയാം ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. സോ ഈവൻ ഇൻറ്റു ഓഡ് എന്ന് പറയുന്നത് എന്താണ്? ഓഡ് ആണ്. സോ ഈ ഇന്റഗ്രലിന്റെ ആൻസർ ഡയറക്ട്ലി എന്തായി പോയി? 0 ആയിപ്പോയി. സോ അപ്പൊ നമുക്ക് ഈ ഒരു ഇന്റഗ്രൽ ഈവൻ വരുന്ന ഈ ഒരു ഇന്റഗ്രൽ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവാലുവേറ്റ് ചെയ്താൽ മതി. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഇങ്ങനെ ഈവൻ എന്നൊന്നും മുകളിൽ എഴുതരുത്, മനസ്സിലാക്കാനാണ് പറയുന്നത്. ഓക്കെ. സോ അപ്പൊ നമുക്ക് ഇവാലുവേറ്റ് ചെയ്തെടുക്കേണ്ട സാധനം എന്താണ്? 1/√2π ഇന്റഗ്രൽ -a to a minus mod x into cos lambda x dx. ഈ ഒരു ഇന്റഗ്രൽ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവാലുവേറ്റ് ചെയ്തെടുത്താൽ മതി. ഇവന്റെ ആൻസർ ഡയറക്ട്ലി എന്താണ്? 0. ഓക്കെ. സോ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് എന്ത് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു? ദിസ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ. a minus mod x into cos lambda x എന്ന് പറയുന്നത് എന്താണ്? ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ പഠിച്ചതാണ് ഇന്റഗ്രൽ -a to a f of x dx equal to 2 into integral 0 to a f of x dx if f of x is an even function. If f of x is an even function. So here f of x എന്താണ്? ഈവൻ ഫംഗ്ഷൻ ആണ് അല്ലേ? സോ ഹിയർ എഫ് ഓഫ് എക്സ് ഈവൻ ഫംഗ്ഷൻ ആണ്. എ മൈനസ് മോഡ് എക്സ് ഈവൻ ആണ്, കോസും ഈവൻ ആണ്. മൊത്തത്തിൽ ഈവൻ ഫംഗ്ഷൻ ആണ്. ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് എനിക്ക് ആ റിസൾട്ട് അപ്ലൈ ചെയ്യാം. 1/√2π into 2 into integral 0 to a മൈനസ്. ഇനിയിപ്പോ നിങ്ങൾ ശ്രദ്ധിക്കണം, 0 to a ആണ്. 0 to a യിൽ മോഡ് എക്സ് എന്ന് പറയുന്നത് എക്സ് മാത്രമായിരിക്കും. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ മോഡ് എക്സ് എഴുതേണ്ട ആവശ്യമില്ല, എക്സ് മാത്രം എഴുതിയാൽ മതി. കാരണം നിങ്ങൾ മോഡ് എക്സിന്റെ ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മോഡ് എക്സിന്റെ ഡെഫിനിഷൻ എന്താണ്? ശ്രദ്ധിച്ചിരിക്കുക. മോഡ് എക്സ് ഈക്വൽ ടു എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് മൈനസ് എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ 0 എന്ന് പഠിച്ചിട്ടുണ്ട്. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ് 0 to a എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് മോഡ് എക്സിന്റെ വാല്യൂ എന്താണ്? എക്സ് ആണ്. മോഡ് എക്സിന്റെ ഡെഫിനിഷൻ ആണ് കേട്ടോ. ആൻഡ് 0 ഇഫ് എക്സ് ഈക്വൽ ടു 0. മോഡ് എക്സിന് 3 ടൈപ്പ് വാല്യൂസ് വരാം: 0, മൈനസ് എക്സ്, പ്ലസ് എക്സ്. ഇത് നിങ്ങൾ മോഡ് എക്സിന്റെ സ്റ്റാൻഡേർഡ് ഡെഫിനിഷനിൽ നിന്ന് പഠിച്ചാണെന്ന് വിചാരിക്കുന്നു. അപ്പം എക്സ് ഗ്രേറ്റർ ദാൻ 0 വാല്യൂ എക്സ് ആയതുകൊണ്ട് മോഡ് എക്സിന് പകരം എക്സ് കൊടുക്കാം 0 to a എന്നുള്ള ലിമിറ്റിൽ. ഇൻറ്റു എന്താണ്? കോസ് ലാംഡ എക്സ് ഡി എക്സ്. സോ അതായത് ഒന്നുകൂടെ ഒന്ന് 1 into √2 ഒന്ന് വൃത്തിക്ക് എഴുതുവാണ്. 2/√2π 2/√2π. ഇത് വേണമെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് എങ്ങനെ ഇടാം? 2വിനെ എനിക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? √2 into √2 എന്ന് എഴുതാം. √2π-നെ √2 into √π എന്ന് ഇടാം. ബാക്കി ഇന്റഗ്രൽ 0 to a മൈനസ് എക്സ് ഇൻറ്റു കോസ് ലാംഡ എക്സ് ഡി എക്സ്. ഒരു √2 കട്ടാവും. √2/√π എന്താണ്? √a/√b √a/b ആണ്. സോ √2π ഇൻറ്റു ഇന്റഗ്രൽ 0 to a മൈനസ് എക്സ് ഇൻറ്റു കോസ് ലാംഡ എക്സ് ഡി എക്സ്. സോ ഈ ഒരു ഇന്റഗ്രൽ ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഇന്റഗ്രൽ 0 to a മൈനസ് എക്സ് ഇൻറ്റു കോസ് ലാംഡ എക്സ് ഡി എക്സ്. സോ അതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് ശ്രദ്ധിച്ച് നോക്കിയിരിക്കുക. ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട റൂൾ എന്ന് പറയുന്നത് യു വി റൂളാണ്, അല്ലെങ്കിൽ ബെർണോളീസ് ഇക്വേഷൻ എന്നൊക്കെ നമ്മൾ പറയാറുള്ള ഇന്റഗ്രൽ യു വി. ഇന്റഗ്രൽ യു വി എന്ന് പറയുന്നത് u(v1 - u'(v2 + u'(v3) അങ്ങനെ പോകുന്ന സംഭവമാണ്. ആ റൂള് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, ശ്രദ്ധിച്ചിരിക്കുക. ഇന്റഗ്രൽ യു വി എന്ന് പറയുന്നത് u(v1 - u'(v2 + u'(v3 - etc.) ഇതാണ് യു വി റൂൾ എന്ന് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയും. അതായത് രണ്ട് ഫംഗ്ഷൻസ് മൾട്ടിപ്ലൈഡ് ആയിട്ട് വന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ. നമ്മൾ നോർമലി പ്രോഡക്റ്റ് റൂൾ ഇൻ ഇന്റഗ്രേഷൻ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞ് +2 പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ഒരു ട്രിഗണോമെട്രി ഫംഗ്ഷൻ വരുമ്പോൾ ഏറ്റവും എളുപ്പം യു വി റൂൾ യൂസ് ചെയ്യുന്നതാണ്. കാരണം ഈ പോളിനോമിയൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ആൻസർ 0 കിട്ടുന്ന പോളിനോമിയൽ ആണെന്നുണ്ടെങ്കിൽ ഈ റൂൾ യൂസ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അതായത് പ്രത്യേകിച്ചൊന്നുമില്ല, ഈ യു നമ്മൾ അതേപോലെ നോക്കി എഴുതണം. എന്നിട്ട് അതിന്റെ ഡെറിവേറ്റീവ് ആണ് u', u'-ന്റെ ഡെറിവേറ്റീവ് ആണ് u'. ഈ വിയുടെ ഇന്റഗ്രൽ ആണ് v1, v1ന്റെ ഇന്റഗ്രൽ ആണ് v2, v2ന്റെ ഇന്റഗ്രൽ ആണ് v3. ഇങ്ങനെയാണ് റൂള് പോകുന്നത്. ഓക്കെ, ഇത് നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇത് ഇന്റഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നുള്ളത്. സോ √2π ഇൻറ്റു ഇന്റഗ്രൽ യു വി പോലെയാണ് അല്ലെ. അപ്പൊ യു എന്ന് പറയുമ്പോൾ എന്താണ്? a മൈനസ് എക്സ്.
v1 എന്ന് പറയുമ്പോൾ എന്താണ് v1 കോസ് ലാംഡ എക്സിന്റെ ഇന്റഗ്രൽ. കോസ് ലാംഡ എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? സൈൻ ലാംഡ എക്സ് ബൈ ലാംഡ അല്ലെ. കോസ് ലാംഡ എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? സൈൻ ലാംഡ എക്സ് ബൈ ലാംഡ. ലാംഡ എക്സിന്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള ലാംഡ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പൊ യു v1 ആയി മൈനസ് യു ഡാഷ്. യു ഡാഷ് എന്ന് പറയുമ്പോൾ ഈ യുവിന്റെ ഡെറിവേറ്റീവ്, എയുടെ ഡെറിവേറ്റീവ് 0 മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? -1 ഇൻറ്റു v2. v2 എന്ന് പറയുമ്പോൾ v1ന്റെ ഇന്റഗ്രൽ, ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന v1ന്റെ ഇന്റഗ്രൽ സൈൻ ലാംഡ എക്സ് ബൈ ലാംഡയുടെ ഇന്റഗ്രൽ. സൈൻ ലാംഡ എക്സിന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് ലാംഡ എക്സ് ആണ്. ബൈ ലാംഡ വരും. ഓൾറെഡി ഒരു ലാംഡ ഇവിടെ ഉണ്ട്, ആ ലാംഡയും കൂടെ ചേർന്ന് എന്താവും? ലാംഡ സ്ക്വയർ ആവും. ഓൾറെഡി ഉള്ള ലാംഡയും കൂടെ ചേർന്ന് ലാംഡ സ്ക്വയർ ആവും. സൈൻ ലാംഡ എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് ലാംഡ എക്സ് ബൈ ലാംഡ ആണ് അതിന്റെ ആൻസർ വരിക. ഓൾറെഡി ഇവിടെ ഉള്ള ലാംഡയും കൂടെ ചേർന്നിട്ട് എന്താവും? ലാംഡ സ്ക്വയർ ആവും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇനിയിപ്പോ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇതിപ്പോ നമുക്ക് യു v1 മൈനസ് യു ഡാഷ് v2 ആണ് എഴുതിയത്. ഇതാണ് നമ്മുടെ v2. ശ്രദ്ധിച്ചിരിക്കുക, യു ഡാഷ് v2 ആണ് ഇപ്പൊ എഴുതിയിട്ടുള്ളത്. ഈ യു ഡാഷ് എന്ന് പറയുന്നത് -1 ആണ്. ഈ -1ന്റെ ഡെറിവേറ്റീവ് ആണ് അടുത്ത വരേണ്ട യു ഡബിൾ ഡാഷ്. അത് 0 ആണ്. -1ന്റെ ഡെറിവേറ്റീവ് 0 ആയതുകൊണ്ട് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ട ആവശ്യം നമുക്ക് ഇല്ല. ഓക്കെ, സോ ഇനി നല്ലവണ്ണം ശ്രദ്ധിച്ചിരിക്കുക. റൂട്ട് ഓഫ് 2/π a മൈനസ് എക്സ് ഇൻറ്റു സൈൻ ലാംഡ എക്സ് ബൈ ലാംഡ ഓവർ ദ ലിമിറ്റ് കൊടുക്കുക മറക്കരുത്. ലിമിറ്റ് എന്താണ്? 0 to a. സോ ഒന്ന് വൃത്തിക്ക് റീഅറേഞ്ച് ചെയ്തിടാം. a മൈനസ് എക്സ് ഇൻറ്റു സൈൻ ലാംഡ എക്സ് ഡിവൈഡഡ് ബൈ ലാംഡ. ഇവിടെ മൊത്തം 3 മൈനസ് ഉണ്ട്. 2 മൈനസ് ചേർന്നിട്ട് എന്താവും? പ്ലസ് ആവും. ഓക്കെ, 2 മൈനസ് ചേർന്നിട്ട് പ്ലസ് ആവും. ആ പ്ലസും ഒരു മൈനസും കൂടെ ചേർന്ന് മൈനസ് ആവും. അപ്പൊ മൈനസ് അങ്ങ് ഇട്ടോട്ടെ നെറ്റ് ഇഫക്റ്റ്. ഞാൻ ഇവിടെ തുടച്ചൊന്നും കാണിക്കുന്നില്ല. 2 മൈനസ് ചേർന്നിട്ട് പ്ലസ് ആവും. ആണെങ്കിൽ ഈ 2 മൈനസ് ചേർന്നിട്ട് പ്ലസ് ആയി. ഓക്കെ, അപ്പൊ ബാക്കി ഒരു മൈനസ് വരും. ക്ലിയർ ആണല്ലോ? ആ ബാക്കി വന്ന മൈനസ് ആണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത്. ഞാൻ മൈനസ് തുടച്ച് കളയുന്നില്ല, കാരണം നിങ്ങൾക്ക് പിന്നീട് കൺഫ്യൂഷൻ ഉണ്ടാവണ്ട. അപ്പൊ നെറ്റ് എഫക്റ്റ് മൈനസ് ആണ്. ബാക്കി എന്തുണ്ട്? കോസ് ലാംഡ എക്സ് ബൈ ലാംഡ സ്ക്വയർ ഓവർ ദ ലിമിറ്റ് 0 to a. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നുള്ള രീതിയിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അതായത് എക്സിന്റെ പ്ലേസിൽ ആദ്യം a കൊടുക്കണം, മൈനസ് എക്സിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. എക്സിന്റെ പ്ലേസിൽ a കൊടുക്കുമ്പോൾ എന്താ വരിക? റൂട്ട് ഓഫ് 2/π ഇൻറ്റു എക്സിന്റെ പ്ലേസിൽ a കൊടുക്കുമ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം തന്നെ a മൈനസ് a എന്നാണ് വരിക. a മൈനസ് a 0 ആയി പോകും. അപ്പൊ ഇത് നോക്കേണ്ട ആവശ്യമില്ല. ബാക്കി എന്താണ്? മൈനസ് കോസ് a ലാംഡ എന്ന് വരും അല്ലെ. കോസ് എക്സിന് a കൊടുത്താൽ a ലാംഡ എന്ന് വരും ബൈ ലാംഡ സ്ക്വയർ. അപ്പൊ അപ്പർ ലിമിറ്റ് ആയി. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സിന് 0 കൊടുക്കണം. അപ്പൊ സൈൻ 0 വരും. ഇവിടെ സൈൻ 0 0 ആണ്. അപ്പൊ ഈ ടേം 0 ആവും. മൈനസ് കോസ് 0 1 ആണ് അല്ലെ. എക്സിന് 0 കൊടുക്കുമ്പോൾ കോസ് 0 1 ആണ്. അപ്പൊ ഇത് 1 ആവും ബൈ എന്ത് കിടപ്പുണ്ട്? ലാംഡ സ്ക്വയർ. ഈ 2 മൈനസ് ചേർന്നിട്ട് എന്താവും? ഈ 2 മൈനസ് ചേർന്നിട്ട് പ്ലസ് ആവും. അപ്പൊ അത് മാറ്റി ഞാൻ പ്ലസ് എന്ന് അങ്ങോട്ട് കേട്ടോ. സോ റൂട്ട് ഓഫ് 2/π മൈനസ് കോസ് a ലാംഡ ബൈ ലാംഡ സ്ക്വയർ പ്ലസ് 1 ബൈ ലാംഡ സ്ക്വയർ. ഇത്ര സ്റ്റെപ്പ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ശ്രദ്ധിച്ച് സ്റ്റെപ്സ് ഒക്കെ മനസ്സിലാക്കി എഴുതി പഠിക്കുക. സാധാരണ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഇത് മിസ് ചെയ്യരുത്. ഒരുപാട് പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, സോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ. ഡിനോമിനേറ്റർ സെയിം ആണ്. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഇതിനെ എന്ത് ചെയ്യാം? സിംഗിൾ ഫ്രാക്ഷൻ ആക്കാം. ശരിയാണല്ലോ? സോ അപ്പൊ എന്ത് വരും? റൂട്ട് ഓഫ് 2/π ഇൻറ്റു റൂട്ട് ഓഫ് 2/π ഇൻറ്റു 1 മൈനസ് കോസ് a ലാംഡ ബൈ ലാംഡ സ്ക്വയർ എന്നാക്കാം. സോ ഇത് പോസിറ്റീവ് ഉള്ള വാല്യൂ ആദ്യം എഴുതി 1 മൈനസ് കോസ് a ലാംഡ. സെയിം ഡിനോമിനേറ്റർ ആയതുകൊണ്ട് സിംഗിൾ ഫ്രാക്ഷൻ. 1 മൈനസ് കോസ് a ലാംഡ ബൈ ലാംഡ സ്ക്വയർ എന്നാക്കാം. റൂട്ട് ഓഫ് 2/π ഇൻറ്റു 1 മൈനസ് കോസ് a ലാംഡ ബൈ ലാംഡ സ്ക്വയർ. ഇനി നിങ്ങൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. 1 മൈനസ് കോസ് തീറ്റ എന്ന് പറയുന്നത് 1 മൈനസ് കോസ് തീറ്റ എന്ന് പറയുന്നത് 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ആണ്. 1 മൈനസ് കോസ് തീറ്റ എന്താണ്? 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. ട്രിഗണോമെട്രിയിൽ പഠിക്കുന്നതാണ്. 1 മൈനസ് കോസ് തീറ്റ 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 1 പ്ലസ് കോസ് തീറ്റ 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2. രണ്ട് ഇക്വേഷൻസ് ട്രിഗണോമെട്രിയിൽ പഠിക്കുന്നതാണ്. സോ അതേപോലെ തന്നെ അപ്പൊ അതനുസരിച്ച് 1 മൈനസ് കോസ് a ലാംഡ എന്ത് വരും? 2 സൈൻ സ്ക്വയർ a ലാംഡ ബൈ 2 എന്ന് വരും. ശരിയല്ലേ? 2 സൈൻ സ്ക്വയർ a ലാംഡ ബൈ 2 എന്ന് വരും. സോ അതിവിടെ അപ്ലൈ ചെയ്താൽ എന്ത് വരും? റൂട്ട് ഓഫ് 2/π ഇൻറ്റു 2 സൈൻ സ്ക്വയർ a ലാംഡ ബൈ 2
ഡിവൈഡഡ് ബൈ എന്താണ് ലാംഡ സ്ക്വയർ. 2 sin square a lambda by 2 ഡിവൈഡഡ് ബൈ എന്താണ് ലാംഡ സ്ക്വയർ. ഈ 2 ഞാൻ ആദ്യം എഴുതാണ്, അത് ഒരു വൃത്തിക്ക് വേണ്ടി. 2 into root of 2 by pi. ശ്രദ്ധിക്കുക, 2 into root of 2 by pi. ബാക്കി എന്തുണ്ട് sin square a lambda by 2 ഡിവൈഡഡ് ബൈ എന്താണ് ലാംഡ സ്ക്വയർ. സോ ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. 2 into root of 2 by pi sin square a lambda by 2 by lambda square ആണ് നമ്മുടെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. പക്ഷെ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ പകുതി മാർക്കായി, പകുതിയല്ല ഒരു 90% മാർക്കായി. ഇനി ഒരു 10% മാർക്കിന് വേണ്ടി ഇവനെയും കൂടെ നമ്മൾ ചെയ്തെടുക്കണം. ഇത് ഡെഡ്യൂസ് ചെയ്തെടുക്കാനാണ് പറയുന്നത്. ഇന്റഗ്രൽ 0 to t sin t by t whole square dt is equal to pi by 2. അത് ഡെഡ്യൂസ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കണം. നമുക്ക് ഇപ്പൊ കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് ലാംഡയിലാണുള്ളത്, പക്ഷെ നമുക്ക് ചെയ്തെടുക്കേണ്ട ടിയിലാണ്. അതിനുവേണ്ടി നമ്മൾ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം, ശ്രദ്ധിച്ചിരിക്കുക, ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം ഉപയോഗിച്ച് നമ്മൾ ആ ഫംഗ്ഷൻ തിരിച്ച് കണ്ടുപിടിക്കണം. ശ്രദ്ധിച്ചിരിക്കുക. അപ്പം ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ എഴുതേണ്ടത് ഈ ഡിഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്ന സെക്ഷൻ കഴിഞ്ഞു. ഈ ഒരു ഡിഡക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്യണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങിയപ്പോഴേ ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുലയും പറഞ്ഞായിരുന്നു, ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുലയും പറഞ്ഞായിരുന്നു. എന്തായിരുന്നു ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുല? ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ഇവിടെ വരെയാണ് ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ ആൻസർ വരിക. അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മൾ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം, ശ്രദ്ധിച്ചിരിക്കുക, ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം. ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ എന്താണ്? നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 by root 2 pi integral minus infinity to infinity f of lambda into e raised to I lambda x d lambda. ഇതാണ് എന്തിന്റെ ഫോർമുല? ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുല. കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യമേ തന്നെ പഠിപ്പിച്ച ഫോർമുലയാണ്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ എഫ് ഓഫ് ലാംഡയ്ക്ക് പകരം ഇതാണ് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത എഫ് ഓഫ് ലാംഡ. എഫ് ഓഫ് ലാംഡയുടെ പ്ലേസിൽ ഈ ഒരു സാധനം എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ അപ്പോൾ എന്ത് വരും, f of x equal to 1 by root 2 pi integral minus infinity to infinity f of lambda യുടെ പ്ലേസിൽ എന്ത് കൊടുക്കണം, 2 into root of 2 by pi 2 into root of 2 by pi sin square a lambda by 2 divided by lambda square d lambda. ഇൻറ്റു എന്ത് കിടപ്പുണ്ട്, ഇ റൈസ് ടു മൈനസ് ഐ ലാംഡ എക്സ് കിടപ്പുണ്ട്. ഇ റൈസ് ടു മൈനസ് ഇല്ല, ഐ ലാംഡ എക്സ് ഡി ലാംഡ. അപ്പൊ എഫ് ഓഫ് ലാംഡയ്ക്ക് പകരം ഇവനെ ക്ലിയർ ആയിട്ട് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻറ്റു എന്ത് കിടപ്പുണ്ട്, ഇ റൈസ് ടു ഐ ലാംഡ എക്സ് ഡി ലാംഡ. സോ ഈ ഒരു സ്റ്റെപ്പ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാം. നല്ലോണം ശ്രദ്ധിക്കുക. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം, ഈ കോൺസ്റ്റൻസിനെ ഒക്കെ പുറത്തെടുക്കാം. ശരിയല്ലേ? ഇപ്പൊ എല്ലാം ഒന്ന് സ്പ്ലിറ്റഡ് ആക്കി പുറത്താക്കാം. സോ this is equal to 1 by root 2 pi നെ root 2 into root pi എന്നാക്കാം. ഒരു 2 ഔട്ട്സൈഡ് എടുക്കാം. പിന്നെ root of 2 by pi നെ root 2 by root pi എന്നാക്കാം. ഈ 2 പുറത്തെടുത്തു. root of 2 by pi നെ root 2 by root pi എന്നാക്കി. ബാക്കി എന്തുണ്ട്, ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി sin square a lambda by 2 by lambda square e raised to I lambda x d lambda. A square sin square a lambda by 2 by lambda square into e raised to I lambda x d lambda. എന്തൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം, ഒരു root 2 ക്യാൻസൽ ചെയ്ത് കളയാം. 2 by root pi into root pi എന്ത് വരും, വെറും pi. 2 by pi into integral minus infinity to infinity sin square a lambda by 2 divided by lambda square into e raised to I lambda x into e raised to I lambda x d lambda into e raised to I lambda x d lambda. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ e raised to I lambda x ന് പകരം ഓയിലേഴ്സ് ഇക്വേഷൻ അനുസരിച്ചിട്ടുള്ള ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ cos lambda x പ്ലസ് I sin lambda x എന്നുള്ള ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുക്കണം. അത് കൊടുത്തിട്ട് വേണം, ഒരെണ്ണം ഈവനും ഒരെണ്ണം ഓടും ആണ്, അതനുസരിച്ച് നമുക്ക് ഒരെണ്ണം 0 ആക്കി മാറ്റാൻ പറ്റും. സോ ഇത് ഡെഡ്യൂസ് ചെയ്തെടുക്കണമെങ്കിൽ
ഈ സ്റ്റെപ്സ് ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താലേ നമുക്ക് ഈ ഒരു ഡിഡക്ഷൻ നടക്കുള്ളൂ. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ച് പഠിക്കുക. ശ്രദ്ധിച്ചിരിക്കുക. ഓയിലറിന്റെ ഇക്വേഷൻ അനുസരിച്ച് e raised to I lambda x എന്ന് പറയുന്നത് എന്താണ്? e raised to minus I lambda x ഇതാണെങ്കിൽ e raised to I lambda x plus I lambda x എന്ന് പറയുന്നത് എന്താണ്? cos lambda x plus I sin lambda x. ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പഠിപ്പിച്ചതാണ്. e raised to I lambda x എന്താണ്? cos lambda x plus I sin lambda x. അത് നമ്മൾ എന്ത് ചെയ്യണം? e raised to I lambda x ന്റെ പ്ലേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്താ വരിക? this is equal to 2 by pi into integral, ശ്രദ്ധിച്ചിരിക്കുക, 2 by pi into integral minus infinity to infinity ഒരു ബൈ ലാംഡ സ്ക്വയർ വേണമെങ്കിൽ ഔട്ട്സൈഡ് എടുക്കാം, അല്ലെ വേണ്ട അവിടെ തന്നെ ഇടാം, സൈൻ സ്ക്വയർ എ ലാംഡ ബൈ 2. ലാംഡ പുറത്തെടുക്കാൻ പറ്റില്ല, വിത്ത് റെസ്പെക്ട് ടു ലാംഡ ആണ് ഇന്റഗ്രേഷൻ. ലാംഡ പുറത്തെടുക്കുക കേട്ടാ, പുറത്താക്കല്ലേ. ബൈ ലാംഡ സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു ഐ ലാംഡ എക്സിന് പകരം എന്ത് കൊടുക്കാം? കോസ് ലാംഡ എക്സ് പ്ലസ് ഐ സൈൻ ലാംഡ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഇൻറ്റു എന്ത് വരും? കോസ് ലാംഡ എക്സ് പ്ലസ് ഐ സൈൻ ലാംഡ എക്സ്, ഐ സൈൻ ലാംഡ എക്സ്. ഇത്ര എന്താണ്? ഡി ലാംഡ. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 2 by pi ഇന്റഗ്രലും ഈ ആദ്യമേ സൈൻ സ്ക്വയർ എ ലാംഡ ബൈ 2 ബൈ ലാംഡ സ്ക്വയർ വെച്ചിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് ഇന്റഗ്രലും ഡി ലാംഡയും കൊടുത്താണ് എഴുതുന്നത്. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈൻ സ്ക്വയർ എ ലാംഡ ബൈ 2 ബൈ ലാംഡ സ്ക്വയർ കോസ് ലാംഡ എക്സ് ഡി ലാംഡ പ്ലസ് 2 by pi integral minus infinity to infinity sin square a lambda by 2 by lambda square sin lambda x d lambda. ഇവിടെ ഒരു i കൂടെ വരും, 2i എന്നും കൂടെ വരും, കാരണം ഇവിടെ i ഉണ്ടല്ലോ. 2i by pi integral minus infinity to infinity sin square a lambda by 2 by lambda square into sin lambda x d lambda. ശ്രദ്ധിച്ചിരിക്കുക, സൈൻ എന്ന് പറയുന്നത് എന്ത് ഫംഗ്ഷൻ ആണ്? ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. ഓഡ് ഫംഗ്ഷൻ സ്ക്വയർ ചെയ്താൽ അതൊരു ഈവൻ ഫംഗ്ഷൻ ആയിട്ട് മാറും, ശരിയല്ലേ? സൈൻ ഓഡ് ഫംഗ്ഷൻ ആണ്, അത് സ്ക്വയർ ചെയ്യുമ്പോൾ എന്താവും? ഈവൻ ഫംഗ്ഷൻ ആവും. കാരണം മൈനസ് എഫ് ഓഫ് എക്സ് ആണ് ഓഡ് എന്ന് പറയുന്നത്, അത് സ്ക്വയർ ചെയ്യുമ്പോൾ എന്താവും? പ്ലസ് എഫ് ഓഫ് എക്സ് ആവും. മൈനസിന്റെ സ്ക്വയർ പ്ലസ് ആവും. സോ മൈനസ് എഫ് ഓഫ് എക്സ്, അതായത് മൈനസ് സൈൻ സ്ക്വയർ ചെയ്യുമ്പോൾ പ്ലസ് സൈൻ ആവും. അതായത് സൈൻ എന്ന് പറയുന്നത് ഓഡ് ഫംഗ്ഷൻ ആണ്, അത് സ്ക്വയർ ചെയ്താൽ എന്താവും? ഈവൻ ഫംഗ്ഷൻ ആവും. സോ ഇതെന്താണ്? ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. കോസ് എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷൻ ആണ്, അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ സൈൻ എന്ന് പറയുന്നത് ഈവൻ ആണ്. സൈൻ ജനറലി ഓഡ് ആണ്, സ്ക്വയർ ചെയ്തിട്ടുള്ളത് കൊണ്ട് അത് ഈവൻ ആവും. ഇവിടെ സൈൻ എന്ന് പറയുന്നത് ഓഡ് ആണ്. ഈവൻ ഇൻറ്റു ഓഡ് എന്ന് പറയുമ്പോൾ ആൻസർ എന്താണ്? ഓഡ്. സോ അൾട്ടിമേറ്റ്ലി ഇത് ഓഡ് ഫംഗ്ഷൻ ആണ്. സോ ഇതിന്റെ ആൻസർ എന്താവും? 0. ഈ ഓഡിന്റെ ആൻസർ എന്താവും? 0. ഈവന് മാത്രം നമുക്ക് എന്തുണ്ടാവും? ആൻസർ ഉണ്ടാവും. സോ ഈ ഈവൻ ഫംഗ്ഷന് മാത്രം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാവും. അപ്പൊ ഇവനെ മാത്രം എടുത്ത് ബാക്കി ചെയ്താൽ മതി. 2 by pi ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈൻ സ്ക്വയർ എ ലാംഡ ബൈ 2 ബൈ ലാംഡ സ്ക്വയർ കോസ് ലാംഡ എക്സ് ഡി ലാംഡ. ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ്, അല്ലെ? ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. This implies 2 by pi f of x ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം. 2 by pi integral minus infinity to infinity sin square a lambda by 2 by lambda square cos lambda x d lambda is equal to എന്താണ്? f of x. ഇനിയിപ്പോൾ നമുക്ക് ഇവനെ റെഡ്യൂസ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ 0 to infinity sin t by t whole square dt is equal to pi by 2 റെഡ്യൂസ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൈനിന്റെ ടേം ഉണ്ടാവണം ബൈ ലാംഡ. ലാംഡ ലാസ്റ്റ് നമ്മൾ ടി ആയിട്ട് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ കോസിന്റെ ടേം ഉണ്ടാവരുത്. കോസിന്റെ ടേം ഉണ്ടാവരുതെന്നുണ്ടെങ്കിൽ ലാംഡക്ക് എന്ത് കൊടുക്കണം? നമ്മൾ 0, അല്ലെങ്കിൽ എക്സിന് എന്ത് കൊടുക്കണം? നമ്മൾ 0 കൊടുക്കണം. ശ്രദ്ധിച്ചിരിക്കുക, എക്സിന് എന്ത് കൊടുക്കണം? 0. അപ്പൊ നമ്മൾ എക്സിന് 0 കൊടുത്താൽ ആ ഒരു കോസിന്റെ ടേം അവിടെ നിന്ന് ഒഴിവായി കിട്ടും. അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുക. പുട്ട് എന്താണ്? എക്സ് ഈക്വൽ ടു 0. പുട്ട് എക്സ് ഈക്വൽ ടു 0 ആണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. ശ്രദ്ധിച്ച് ചെയ്യാം. പുട്ട് എക്സ് ഈക്വൽ ടു എന്താണ്? 0. എക്സിന് 0 കൊടുത്താൽ എന്ത് കിട്ടും? 2 by pi ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി
sin square a lambda by 2 by lambda square cos 0 എന്താവും 1 ആവും. ബാക്കി d lambda equal to f of 0 equal to എന്താണ് f of 0. f of x എന്ന് പറയുന്നത് a minus mod x ആണ് അല്ലേ. x ന് 0 കൊടുത്താൽ a minus mod 0. a minus mod 0 എന്താണ് a മാത്രമാണ്. a minus x ന് 0 കൊടുത്താൽ a minus mod 0 എന്താണ് a മാത്രമാണ്. സോ ഇതിന്റെ ആൻസർ എന്താണ് a ഈക്വൽ ടു എന്താണ് a. സോ ഇപ്പൊ നമുക്ക് കിട്ടിയ സാധനം എന്താണ്. ഇനിയിപ്പോ ഞാൻ ഇവന്മാരെ എല്ലാം അപ്പുറത്ത് കൊണ്ടുപോകണേ. ഈ പൈയും 2 എല്ലാം അപ്പുറത്ത് കൊടുക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്യാം. ഇപ്പൊ ഇങ്ങനെ തന്നെ നടക്കട്ടെ. 2 by pi ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി sin square a lambda by 2 sin square a lambda by 2 by lambda square d lambda equal to a. 2 by pi integral minus in 2 by pi integral minus infinity to infinity sin square a lambda by 2 by lambda square d lambda is equal to എന്താണ് a. അപ്പോൾ ഈ സ്റ്റെപ്പ് വരെയാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ലാംഡയ്ക്ക് പകരം ടി കൊടുക്കണമെന്ന് അറിയാം. അത് ഏറ്റവും അവസാനം കൊടുത്താൽ മതി. സൈൻ ടി ബൈ ടി കൊണ്ടുവരണം. സൈൻ ടി ബൈ ടി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബൈ 2 അവിടെ നിന്ന് ഒഴിവാക്കി കിട്ടണം. അപ്പൊ നമ്മൾ എക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഈ എക്ക് പകരം 2 വന്നാൽ 2 ക്യാൻസൽ ആയിട്ട് സൈൻ ലാംഡ ഒറ്റയ്ക്ക് കിട്ടും. അപ്പൊ പുട്ട് എ ഇസ് ഈക്വൽ ടു എന്താണ് 2. അപ്പൊ എന്ത് വരും 2 by pi ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈൻ സ്ക്വയർ 2 ലാംഡ ബൈ 2 എന്ന് പറയുമ്പോൾ ലാംഡ വരും ബൈ ലാംഡ സ്ക്വയർ ഡി ലാംഡ ഈക്വൽ ടു എക്ക് പകരം 2 കൊടുക്കുമ്പോൾ എന്ത് വരും 2 ഈക്വൽ ടു എന്താണ് 2. ക്ലിയർ ആണല്ലോ. സെറ്റ് അല്ലേ. സോ ഇവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം. ഈ 2 by pi അപ്പുറത്ത് കൊടുക്കുമ്പോൾ എന്താവും 2 by pi അപ്പുറത്ത് പോകുമ്പോൾ എന്താവും പൈ ബൈ 2 ആവും. ഇൻറ്റു എന്ത് കൊടുക്കാം പൈ ബൈ 2. 2 by pi അപ്പുറത്ത് പോകുമ്പോൾ പൈ ബൈ 2 ആവും. ഒരു 2 ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ ആണല്ലോ. ശ്രദ്ധിച്ചിരിക്കുക. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈൻ സ്ക്വയർ ലാംഡ ബൈ ലാംഡ സ്ക്വയർ ഡി ലാംഡ ഈക്വൽ ടു എന്താണ് പൈ ഈക്വൽ ടു എന്താണ് പൈ. സോ ഇത് മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും 2 ഇൻറ്റു ഇന്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നാക്കാൻ പറ്റും. ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ആൻ ഈവൻ ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് എന്ത് ഫംഗ്ഷൻ ആയിരിക്കണം ഒരു ഈവൻ ഫംഗ്ഷൻ ആയിരിക്കണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. സൈൻ ലാംഡ ബൈ ലാംഡ അല്ലെങ്കിൽ സൈൻ ലാംഡ എന്ന് പറയുന്നത് എന്ത് ഫംഗ്ഷൻ ആണ് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. സൈൻ ലാംഡ ബൈ ലാംഡ എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷൻ ആണ്. ശരിയല്ലേ. അതിനെ സ്ക്വയർ ചെയ്യുന്നത് കൊണ്ട് സൈൻ ലാംഡ ബൈ ലാംഡ ഓഡ് ആണ്. പക്ഷെ സ്ക്വയർ ചെയ്യുമ്പോൾ അത് എന്താവും ഈവൻ ഫംഗ്ഷൻ ആവും. സോ ഈവൻ ഫംഗ്ഷൻ ആണ് എന്നുള്ളത് സംശയമില്ലെന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിച്ചിരിക്കുക. എഫ് ഓഫ് ലാംഡ എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ ലാംഡ ബൈ ലാംഡ സ്ക്വയർ ആണ്. എഫ് ഓഫ് മൈനസ് ലാംഡ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൈൻ സ്ക്വയർ മൈനസ് ലാംഡ ബൈ മൈനസ് ലാംഡയുടെ സ്ക്വയർ എന്ന് വരും. സൈൻ മൈനസ് ലാംഡ മൈനസ് സൈൻ ലാംഡ സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്കിനും സൈൻ സ്ക്വയർ ലാംഡ തന്നെ വരും ബൈ മൈനസിന്റെ സ്ക്വയർ എന്നാണ് പ്ലസ് ലാംഡ സ്ക്വയർ. ഇത് തന്നെയാണ് എഫ് ഓഫ് ലാംഡ എന്ന് പറയുന്നത്. ശരിയല്ലേ. ഇത് തന്നെയാണ് എഫ് ഓഫ് ലാംഡ. സോ എഫ് ഓഫ് മൈനസ് ലാംഡ ചെയ്യുമ്പോഴത്തേക്കിനും എഫ് ഓഫ് ലാംഡ തിരിച്ചു കിട്ടുന്നുള്ളത് കൊണ്ട് എഫ് ഓഫ് ലാംഡ എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിനെ എനിക്ക് എങ്ങനെ എഴുതാം 2 ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എന്ന് എഴുതാം. അപ്പൊ ഇതെങ്ങനെ വരും ദിസ് ഈസ് ഈക്വൽ ടു ദിസ് ഇംപ്ലൈസ് 2 ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ സ്ക്വയർ ലാംഡ ബൈ ലാംഡ സ്ക്വയറിനെ സൈൻ ലാംഡ ബൈ ലാംഡ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ എനിക്ക് ഡി ലാംഡ ഈക്വൽ ടു എന്താണ് പൈ എന്ന് വരും. സോ ഇവിടുന്ന് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ ലാംഡ ബൈ ലാംഡ ഹോൾ സ്ക്വയർ ഡി ലാംഡ ഇസ് ഈക്വൽ ടു എന്താണ് പൈ ബൈ 2. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം പുട്ട് ലാംഡ ഇസ് ഈക്വൽ ടു ടി കൊടുക്കാം. ലാംഡയ്ക്ക് പകരം ടി കൊണ്ട് റീപ്ലേസ് ചെയ്തത്. കാരണം നമ്മുടെ ഇവിടെ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ ടി ബൈ ടി ഹോൾ സ്ക്വയർ ഡി ടി എന്നല്ല. അപ്പൊ ലാംഡ ടി കൊണ്ട് റീപ്ലേസ്ഡ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. സോ ലാംഡ ഈക്വൽ ടു ടി കൊടുത്താൽ എന്ത് വരും ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ ടി ബൈ ടി ഹോൾ സ്ക്വയർ ഡി ടി ഈക്വൽ ടു പൈ ബൈ 2. ഇതിനെ പ്രൂവ് ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ജോലി. ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ ടി ബൈ ടി ഹോൾ സ്ക്വയർ ഡി ടി ഇസ് ഈക്വൽ ടു എന്താണ് പൈ ബൈ 2. ഈ ക്വസ്റ്റ്യൻ മാത്രമായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഒരുപാട് പ്രാവശ്യം യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള എസ്സേ ക്വസ്റ്റൻ ആണ്. നന്നായിട്ട് എഴുതി പഠിക്കുക. സോ
കൂടുതൽ എക്സാം ഓറിയന്റഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടാറ്റ.